ഇതൊരു അടിപൊളി സ്റ്റോറിയാണ് കേട്ടോ. എല്ലാവരും ഫുള്ള് കേൾക്കുക. ചേച്ചിയുടെ ഹസ്ബൻഡുമായിട്ട് ചേച്ചിയുടെ അനുജത്തിക്ക് തോന്നിയ ഒരു പ്രണയമാണ് ഇതിൽ പറയുന്നത്. ഈ സ്റ്റോറി എൻ്റെ ചാനലിലോട്ട് ഒരാൾ അയച്ചു തന്നതാണ്. നിങ്ങൾക്ക് വായിക്കാം കേട്ടോ. നിങ്ങൾക്കും ഏതെങ്കിലും സ്റ്റോറി കൈവശം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ ID ഉണ്ട്, ജിമെയിൽ ID-യിലോട്ട് അയക്കാവുന്നതാണ്. അപ്പം നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കാം. എൻ്റെ പേര് ചിത്ര. എനിക്ക് 21 വയസ്സാണ്. എൻ്റെ വീട്ടിൽ ഞാനും ചേച്ചിയും അമ്മയുമാണ് ഉള്ളത്. എനിക്ക് മോഡേണായി നടക്കാനാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ചേച്ചിക്ക് അതൊന്നും അത്ര ഇഷ്ടമല്ല. ഷാളില്ലാതെ ചുരിദാർ അവൾ ഇടാറില്ല. ആൾക്കാർ നോക്കുന്നതൊന്നും ചേച്ചിക്ക് ഇഷ്ടമല്ല. ഞാൻ നേരെ മറിച്ചാണ്. ഷോൾ ഇടുന്നത് എനിക്കിഷ്ടമേ അല്ല. ടൈറ്റ് ഡ്രസ്സ്, ഷോർട്ട് ഡ്രസ്സ്, അങ്ങനത്തെ ഡ്രസ്സാണ് കൂടുതലും ഉള്ളത്. ആൾക്കാർ നോക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കണ്ണാടിയുടെ മുന്നിൽ ഞാൻ ഒരുങ്ങാനായി ഒരുപാട് ടൈം നിൽക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ ചേച്ചിക്കൊരു വിവാഹ ആലോചന വന്നു. അയാൾക്ക് ജോലിയുണ്ട്. ഒരു കോളേജിലെ സാറാണെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഈ ബന്ധം ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അയാളെ കാണാൻ. നല്ല ലുക്കായിരുന്നു. നല്ല ടൈറ്റ് പാൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് സൂപ്പറായിരുന്നു ആളിനെ കാണാൻ. അങ്ങനെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് അവർ നമ്മുടെ വീട്ടിൽ വന്നു. അമ്മയ്ക്കാണെങ്കിൽ കണ്ണും ചെറിയ മങ്ങലുണ്ട്. നടക്കാനും കാൽ വയ്യ. ഞാനാണ് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അടുത്ത ദിവസം ചേച്ചിയുമായി സംസാരിച്ചിരുന്നപ്പോൾ ഞാൻ ചേച്ചിയുടെ കഴുത്തിലെ പാടുകൾ കണ്ടു. എനിക്ക് കാര്യം മനസ്സിലായി കേട്ടോ. അത് കടിക്കുമ്പോഴുള്ള പാടുകളാണെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിന് മനസ്സിലായി. കഴുത്തിൽ 3-4 സ്ഥലത്തുണ്ടായിരുന്നു. രണ്ടും വലത്തും ഇടതും ഒക്കെ ആയിട്ട് ആയിരുന്നു. ഞാൻ പണ്ട് മുതലേ ചേച്ചിയോട് ഓപ്പണായി സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു, പുള്ളിക്കാരൻ അടിപൊളിയാണല്ലേ? അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? കഴുത്തിൽ നല്ല പാടുകളുണ്ട്. ഓ, അതാണോ? നന്നായി ചുവന്ന് കിടക്കുന്നുണ്ടോ? അതെ, നന്നായി ചുവന്ന് കിടക്കുന്നു. ആ ചുവപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. നിന്റെ ഭാഗ്യടി, ഒരു അടിപൊളി ചേട്ടനെ കിട്ടിയേ. ഈ പാടുകൾ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ പറയടി, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം പറയാം. നമുക്ക് ടെറസിൽ പോയാലോ? അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പറയാം. ഇവിടെ ആരെങ്കിലും കേൾക്കുമെങ്കിൽ നാണക്കേടാ. ഓക്കെ, നമുക്ക് ടെറസിൽ പോകാം. ഞങ്ങൾ ടെറസിൽ പോയി സ്വസ്ഥമായിരുന്നു. ഞാൻ ചോദിച്ചു, ഫസ്റ്റ് നിന്നെ എന്താ ചെയ്തത്? ആദ്യം എന്നെ കെട്ടിപ്പിടിച്ചു. നല്ല ബലമാണോടി കൈക്ക്? അതെടി, നല്ല ബലം. ശ്വാസം മുട്ടും. നല്ല രസമാണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ. അങ്ങനെ ഞാൻ എല്ലാം ചോദിച്ചറിഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ കിളിപോയ അവസ്ഥയായിരുന്നു. അങ്ങനെ കുറേ കേട്ടപ്പോൾ ഞാൻ തന്നെ വല്ലാണ്ടായി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. അയാൾ കോളേജിൽ നന്നായി പഠിപ്പിക്കുന്ന ഒരു സാറായിരുന്നു. ഫ്രീ കിട്ടുമ്പോൾ എന്നെയും പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ചേച്ചിക്കൊരു ടൂർ ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി 3 ദിവസം വീട്ടിലില്ലായിരുന്നു. അന്ന് അമ്മയ്ക്കൊരു മരുന്ന് വാങ്ങിച്ചുകൊണ്ട് തരാനായി പുള്ളി വീട്ടിൽ വന്നു. അന്ന് 10-ൽ കൂടുതൽ സമയം ഞങ്ങൾ സംസാരിച്ചു.
ഞാനന്നൊരു സ്കർട്ടായിരുന്നു ഇട്ടിരുന്നത്. ഒരു സിൽക്കിൻ്റെ ഒരു സ്കർട്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. കാലിലിങ്ങനെ ഒട്ടിക്കിടക്കുന്ന ഒരു സ്കർട്ടാണ്. അന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാരിയൊക്കെ നിൽക്കുന്നത് പുള്ളി ഇങ്ങനെ എന്നെ നന്നായിട്ടൊക്കെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. സംസാരത്തിനിടയ്ക്ക് എന്നോട് മുൻപ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുള്ളി ചോദിച്ചു. ഞാൻ ആൻസർ പറഞ്ഞില്ല. പുള്ളി പറഞ്ഞു, നിന്നെ ആയതുകൊണ്ടാണ് ഞാൻ അട്ടിത്തരാത്തത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അട്ടിത്തന്ന് പഠിപ്പിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അടി കിട്ടിയിരുന്നെങ്കിൽ ഞാനത് മറക്കില്ലായിരുന്നു. ഇനി എന്നെ പഠിപ്പിക്കുമ്പോൾ നല്ല അടി തന്ന് പഠിപ്പിക്കണം, അപ്പോൾ ഞാൻ മറക്കില്ല. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യമായിട്ടാ ഒരാൾ അടി ചോദിച്ച് മേടിക്കുന്നത്. ഇന്ന് ഫ്രീ ആണോ? എന്നെ പഠിപ്പിക്കുമോ? എനിക്ക് എക്സാമും അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, പഠിപ്പിക്കാം. ഞാനും ഇന്ന് ഫ്രീ ആണ്. ഇന്ന് മുതൽ അടി തന്ന് പഠിപ്പിക്കണോ? വേണം, പെട്ടെന്ന് പഠിക്കാമല്ലോ. ഓക്കെ, എന്നാൽ നീളമുള്ള ഒരു സ്കെയിൽ ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അതെടുത്തിട്ട് വാ. അങ്ങനെ ഞാൻ ആ നീളമുള്ള സ്കെയിലുമായിട്ട് സാറിൻ്റെ അടുത്തോട്ട് പോയി. ഞാനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സാർ ആ സ്കെയിൽ വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഒന്ന് കൈ നീട്ടിക്കേ, ഒരടി തന്ന് നോക്കട്ടെ. ഞാൻ കൈ നീട്ടി ഒരടി വാങ്ങിച്ചു. നമുക്കിനി പഠിച്ചു തുടങ്ങാം. അങ്ങനെ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു. ഞാനതിൻ്റെ ഉത്തരം പറഞ്ഞില്ല. എന്നോട് കൈ നീട്ടാൻ പറഞ്ഞു. ഞാൻ കൈ നീട്ടി സ്കെയിൽ വെച്ച് 2 തന്നു. അങ്ങനെ വീണ്ടും ചോദ്യം ചോദിച്ചു. ഞാൻ ആൻസർ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. കൈ നീട്ടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കയ്യിൽ വേണ്ട. സാറ ചോദിച്ചു, പിന്നെ എവിടെ വേണം? ഞാൻ പറഞ്ഞു, ബാക്കിൽ താ. പുള്ളി ചോദിച്ചു, അവിടെ നീ ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു, ഓക്കെയാണ്, എനിക്കിഷ്ടമാണ്. ചേട്ടന് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. പുള്ളി പറഞ്ഞു, എന്നാൽ നമുക്ക് ടെറസിലിരിക്കാം. അങ്ങനെ ഞങ്ങൾ ടെറസിൽ പോയി. ഞങ്ങൾ ടെറസിലെ ഒരു റൂമിലിരുന്ന് എന്നെ കുറേ പഠിപ്പിച്ചു. ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ അതിന് ആൻസർ പറഞ്ഞില്ല. എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. എൻ്റെ സ്കർട്ടിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഈ സ്കർട്ട് ഞാൻ വാങ്ങിച്ചു തന്നല്ലേ കഴിഞ്ഞ ഓണത്തിന്. ആ സ്കർട്ടിൽ തന്നെ നിന്നെ തൊടാൻ കിട്ടിയല്ലോ. നല്ല രസമുണ്ട് ഈ സ്കർട്ട്. നല്ല സോഫ്റ്റ് തുണിയാണ്. അതാണ് നിനക്ക് ഇത്ര ഭംഗി വന്നത്. നിൻ്റെ കാലിൽ ഈ സ്കർട്ട് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആരും ഒന്ന് കണ്ടു നിന്ന് പോവും. നിനക്ക് നല്ലതായിട്ട് മാച്ചാകുന്നുണ്ട്. ഒന്ന് തിരിഞ്ഞ് നോക്കട്ടെ. ഞാൻ തിരിഞ്ഞു നിന്നു. എൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, നല്ല ഭംഗിയുണ്ട് ഈ സ്കർട്ടിൽ, ബാക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്, ആരും നോക്കിപ്പോവും. നല്ല സോഫ്റ്റ് തുണിയായതുകൊണ്ടാണ് ഇത്രയും ഭംഗി ഈ സ്കർട്ടിൽ ബാക്കിന് വന്നത്. എൻ്റെ സ്കർട്ടിനെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് സ്കെയിൽ ചുരണം തന്നു. പുള്ളി ചോദിച്ചു, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ല, ആരോടും പറയാതിരുന്നാൽ മതി. പുള്ളി പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല. അങ്ങനെ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ ഉത്തരം തെറ്റി പറഞ്ഞു. വീണ്ടും സ്കർട്ടിൻ്റെ പുറത്തോട്ട് തന്നെ വീണ്ടും ഒരെണ്ണം തന്നു. പുള്ളി പറഞ്ഞു, ഇതൊന്നും ചേച്ചിയോട് പറയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, ഇല്ല, ആരോടും പറയില്ല. നമ്മൾ 2 പേരും മാത്രമേ ഈ കാര്യം അറിയുകയുള്ളൂ. പുള്ളി പറഞ്ഞു, എന്നാൽ കൈ കൊണ്ട് 2 തരട്ടെ. ഞാൻ പറഞ്ഞു, ഓക്കെ. അങ്ങനെ ആ കൈ കൊണ്ടുള്ള തൊടലും ആ ഭാഗത്ത് എനിക്ക് കിട്ടി. ആ ഒരു തൊടൽ ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നിന്നില്ല. പുള്ളിയുടെ കൈ പല ഭാഗത്തായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ശബ്ദം പുറത്തുനിന്ന് കേട്ടു. ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. അതൊരു ഗസ്റ്റ് വന്നതായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടായിരുന്നു
വീട്ടിൽ വന്ന ഗസ്റ്റിനോട് ഇത്രയും വെറുപ്പ് തോന്നിയത്. അത്രയും ആഗ്രഹിച്ചു നിന്ന ഒരു സമയമായിരുന്നു അത്. ഞങ്ങളുടെ 2 പേരുടെയും മനസ്സിൽ വീണ്ടും ഒരവസരത്തിനായി കാത്തിരിപ്പ് തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് PSC എക്സാം എഴുതാനായി ദൂരെ ഒരു സ്ഥലത്തോട്ട് പോകണമായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് പുള്ളിയാണ്. ചേച്ചിക്ക് അന്ന് വരാൻ കഴിയില്ല. ആ ദിവസം എത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും കാത്തിരിക്കുക. ആ ദിവസത്തെ അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്.